നമസ്കാരം. ആക്ടിവിറ്റീസ് എല്ലാം കാണുന്നതോടൊപ്പം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതിലൂടെ നല്ല മാറ്റങ്ങളുണ്ടാവും. വീട്ടിൽ തന്നെ നമുക്ക് തെറാപ്പിക്ക് പോയാലും വീട്ടിൽ തന്നെ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന ആക്ടിവിറ്റീസാണ്. അപ്പം കുട്ടികളെ എൻഗേജ് ചെയ്യാനും അവരുടെ ലോകത്ത് വിടാതെ നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കാനും കൂടുതൽ ശ്രദ്ധ ഉണ്ടാക്കിയെടുക്കാനും ഈ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്കിനി ആക്ടിവിറ്റീസിലോട്ട് പോകാം. അപ്പോൾ ഈ സംഭവം ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് നല്ല ഒരു അറ്റൻഷൻ കൂട്ടാനുള്ള നല്ലൊരു സാധനമാണ്. അപ്പം ഇതുപോലത്തെ ചെറിയ ചെറിയ ബ്ലോക്സൊക്കെ ഉണ്ട്. തുടക്കത്തിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇത് എന്നും ചെയ്ത് ശീലം ആവുമ്പം കുട്ടികൾക്ക് അത് ഈസി ആയിട്ട് ഇട്ട് തുടങ്ങും. ഇപ്പോൾ ആ ഒരു രണ്ട് കളറും തമ്മിലുള്ള ഇതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഏതാണ് ഇടേണ്ടതെന്നൊരു ഇതായിരിക്കും. പിന്നെ ഇട്ട് തുടങ്ങും അതൊന്ന് ഈസി ആയിട്ട് ഇടാൻ തുടങ്ങും. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇട്ടിട്ട് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളത് വിട്ട് കളയരുത്. എന്നും പ്രാക്ടീസ് ചെയ്യണം. അത് ചിലപ്പം ഒരു ദിവസം കൊണ്ടോ അല്ല 2 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ എത്ര വൈകിയാലും എപ്പോഴായാലും അത് കുട്ടി പഠിച്ചിരിക്കും. വേണ്ട ഇങ്ങനെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് പാറ്റേൺസ് ഇത് കൂടെ പഠിപ്പിച്ചെടുക്കാം. ഇതുപോലെ ആദ്യം ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് റെഡ് യെല്ലോ റെഡ് യെല്ലോ റെഡ് യെല്ലോ റെഡ് യെല്ലോ അങ്ങനെ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക. അതുപോലെ ഓരോ സാധനം ഇതെടുത്ത് ഇതിലോട്ട് ഇടിപ്പിക്കുക. റെഡ് ഇട്ടിട്ട് അടുത്ത യെല്ലോ, റെഡ് ഇട്ടിട്ട് യെല്ലോ, റെഡ് ഇട്ട് യെല്ലോ, റെഡ് ഇട്ട് യെല്ലോ അങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇടിക്കുക. അപ്പം അത് കഴിഞ്ഞ് ഇത് ചെയ്ത് തറാവുമ്പോൾ ഇത് ഇട്ടിട്ട് അടുത്ത എന്തെന്ന് കുട്ടികളെ കൊണ്ട് ചോദിക്കുമ്പം റെഡ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കുട്ടി അടുത്ത് പറയും യെല്ലോ. ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് റെഡ് യെല്ലോ റെഡ് യെല്ലോ റെഡ് യെല്ലോ റെഡ്. ഇപ്പൊ അറിയാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക റെഡ് യെല്ലോ റെഡ്. ഇപ്പൊ അറിയുന്ന കുട്ടിക്കാണെങ്കിൽ കളേഴ്സ് അറിയാവുന്ന കുട്ടിക്കാണെങ്കിൽ ഇത് ഏത് കളർ പറഞ്ഞേ? റെഡ് യെല്ലോ റെഡ്. ഇതിലൂടെ തന്നെ നമുക്ക് പാറ്റേൺസ് പറഞ്ഞു കൊടുക്കാം. പറഞ്ഞേ റെഡ് 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 യെല്ലോ യെല്ലോ റെഡ് റെഡ് യെല്ലോ റെഡ് റെഡ് യെല്ലോ. യെല്ലോ അടുത്ത റെഡ്. വെരി ഗുഡ്. അടുത്തതായി കുറച്ച് കളർ മാച്ചിങ് ആക്ടിവിറ്റിയാണ്. ഇതുപോലത്തെ കളർഫുൾ പൂക്കളോ അല്ലെങ്കിൽ നിങ്ങളിലുള്ള എന്തെങ്കിലും കളർ മാച്ച് ചെയ്യാൻ പാകത്തിനുള്ള എന്തെങ്കിലും കളർ ഫ്ലാഷ് കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്കോ അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം അത് വെച്ച് ഇത് മാച്ച് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. നമുക്ക് മാച്ച് ചെയ്തേ. ഇതേത് കളറ്? യെല്ലോ. മാച്ച് ചെയ്തേ. വച്ചേ അതിൻ്റെ പുറത്ത് വെച്ചേ. അപ്പം ഇങ്ങനത്തെ സംഭവം ആയതുകൊണ്ട് ഇതിങ്ങനെ ആക്കിയിട്ട് വച്ചേ. അടുത്ത കളർ എടുത്തേ. ഇതേത് കളറ്? റെഡ്. ഇനി അടുത്ത മുത്ത് പോലത്തെ സംഭവം, മുത്തോ അല്ലെങ്കിൽ ഇതുപോലത്തെ റിങ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ നൂലിൽ ഇങ്ങനെ കോർക്കാൻ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതിലൂടെ ഐ ഹാൻഡ് കോർഡിനേഷനും അതിനെല്ലാം അറ്റൻഷനും ഫോക്കസിങ്ങും എല്ലാം കൂടുന്നുണ്ട്. അടുത്ത കോർക്ക്. അപ്പം അതിൽ അവർ ഈ ഹോളിലോട്ട് ശ്രദ്ധിച്ച് നോക്കി വേണം ചെയ്യാനുള്ള. അങ്ങനെ ഈ ആക്ടിവിറ്റി ഇങ്ങനെ കോർത്ത് മാല പോലെ ഈ നൂലുകൊണ്ട് കോർത്ത് കഴിഞ്ഞു. ഞാൻ അടുക്കി വെക്കാനായിട്ട് പറയുക. ഇതുപോലത്തെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ബ്ലോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തായിട്ട് ബാലൻസ് ചെയ്ത് അടുക്കി വെക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതിൽ അവർ അത്രയും ശ്രദ്ധിച്ച് ഒരു അടുക്കി വെക്കാൻ ശ്രമിക്കും. ഉണ്ടോ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വയ്ക്കുക.
കോയിൻസ് ഉണ്ടെങ്കിലും അതും നല്ലതാണ്. കോയിൻസ് ഇതുപോലെ സ്റ്റാക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതും ഒരു ബാലൻസിങ്ങും അറ്റൻഷനും ഫോക്കസിങ് ആയിട്ടുള്ള ഒരു ഇതാണത്. അടുത്ത ആക്ടിവിറ്റി, കുഞ്ഞുങ്ങൾക്ക് ഇതുപോലത്തെ ബ്ലോക്കിൻ്റെ ഷേപ്പിൽ ഇതുപോലെ പേപ്പറിൽ വരച്ചിട്ട് കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ വെക്കാൻ പറഞ്ഞു കൊടുക്കുക. ഇത് നോക്ക്, ഇങ്ങനെ നോക്കിക്കേ. ഇത് യെല്ലോ ബ്ലോക്ക്, ഇത് ഗ്രീൻ ബ്ലോക്ക്, ഇത് റെഡ് ബ്ലോക്ക്. നോക്കിക്കേ. ഇത് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇത് പെൻറ്റഗൺ, ഇത് ട്രയാങ്കിൾ. എടുത്തു വെച്ചേ. ഈ പടത്തിൻ്റെ പുറത്ത് എടുത്ത് വെച്ചേ. യെല്ലോ ബ്ലോക്ക് എടുത്ത് വെച്ചേ. ഗ്രീൻ ബ്ലോക്ക് എവിടെ? വെരി ഗുഡ്. പെൻറ്റഗൺ. ഉണ്ടോ? അങ്ങനെ നമ്മുടെ ആക്ടിവിറ്റീസ് ഇന്നത്തേക്ക് അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി കൂടുതൽ നല്ല നല്ല ആക്ടിവിറ്റീസുമായിട്ട് അടുത്ത വീഡിയോയിലേക്ക് കാണാം. നന്ദി, നമസ്കാരം, ബായ്.